നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 26 ലോട്ടറി അടിക്കുന്ന നക്ഷത്രങ്ങൾ, പിന്നെ ഭാഗ്യ നമ്പറുകൾ, ഭാഗ്യസമയം, ഭാഗ്യനിറം ഇവയാണ് ഇതിൽ പറയുന്നത്. ആദ്യം നമുക്ക് ഭാഗ്യ സമയം നോക്കാം. 26 രാവിലെ 4:54 AM മുതൽ 5:42 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ്, നല്ല സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം 26 ഉച്ചയ്ക്ക് 12:08 PM മുതൽ 12:56 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. 26 നല്ല സമയമാണ്. ഓക്കെ. പിന്നെ ന്യൂമറോളജി അനുസരിച്ച് നിരവധി സമയങ്ങളുണ്ട്. അത് എല്ലാ ദിവസവും, അത് ഈ പറഞ്ഞ ന്യൂമറോളജിയും ജ്യോതിഷവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഈ ന്യൂമറോളജി അനുസരിച്ചുള്ള സമയങ്ങൾ ഞാൻ പറയാം. രാവിലെ 11:11, പിന്നെ 12:12, 1:11, 2:22, 3:33, 4:44, 5:55. ഇതൊക്കെ ന്യൂമറോളജി അനുസരിച്ച് നല്ല സമയങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 26 വ്യാഴാഴ്ചയാണ്. മഞ്ഞ അല്ലെങ്കിൽ ഇളം മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ 26 വ്യാഴാഴ്ച ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശികൾ നോക്കാം, നക്ഷത്രങ്ങൾ നോക്കാം. ഓക്കെ. അത് രാശി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ലഗ്നവും നോക്കണം, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലഗ്നം കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഫോൺ വിളിക്കരുത് ദയവ്. അതുപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ, ഭാഗ്യ ഡേറ്റുകൾ, ഭാഗ്യ നക്ഷത്രങ്ങൾ, നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോ, മഹാദശ, അന്തർദശ, അങ്ങനെ എല്ലാം നമുക്ക് നോക്കി. അത് മാത്രമല്ല, ഇതൊന്നും തന്നെ നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന രാശികളും നക്ഷത്രങ്ങളും ലഗ്നവും ഒന്നും തന്നെ നിങ്ങളുടെ രാശിയും ലഗ്നവും വരുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുടെ രാശിയോ നക്ഷത്രമോ ലഗ്നമോ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ അറിയാൻ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ. ഫോൺ വിളിക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്കും മേടം ലഗ്നത്തിനും തുല്യ സാധ്യതയാണ്. പിന്നെ ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. പിന്നെ തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. പിന്നെ ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. പിന്നെ കന്നിരാശി, ഉത്രാടം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. പിന്നെ മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഓക്കെ. അപ്പോൾ ഈ രാശികളിൽ മാത്രമല്ല, ഈ ലഗ്നം വരികയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രാശിയോ ലഗ്നമോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഭാഗ്യ നമ്പറുകളിലേക്ക് കടക്കാം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന കുറേ കോമ്പിനേഷൻ നമ്പറുകളുണ്ട്. അപ്പോൾ ഇന്നലെയും കോമ്പിനേഷൻ നമ്പറുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, നിങ്ങൾ റിസൾട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള കോമ്പിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 5198 ആണ്. ഇതിൻ്റെ 24 കോമ്പിനേഷൻ
ഒരു 2 കോമ്പിനേഷൻ ഞാൻ പറയാം. 9815, 1985. ഇതുപോലെ 24 കോമ്പിനേഷൻ 5198 അതിനെല്ലാം തന്നെ സാധ്യതയാണ്. ഇന്നലെയും 2 or 3 ഈ കോമ്പിനേഷൻ നമ്പറുകൾക്ക് 5198 കോമ്പിനേഷൻ നമ്പറുകൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ഞങ്ങൾ പറയാൻ പോകുന്ന എല്ലാ ദിവസവും സാധ്യതയുള്ള കോമ്പിനേഷൻ നമ്പറുകൾ, അതിൻ്റെ 24 കോമ്പിനേഷൻസ്. 5193, 5198 ഫസ്റ്റ് പ്രിഫറൻസ്, 5193, 1963, 3029, 4038, 7219, 4792. ഈ 4792 കിടന്ന് ശരിക്കും കളിക്കുന്നുണ്ട് ഇപ്പോൾ. 3444, 1995, 5716. ഇതിൻ്റെ 24 കോമ്പിനേഷനും എല്ലാ ദിവസവും സാധ്യതയാണ്. കൂടാതെ ഈ 2026 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ന്യൂമറോളജിയായിട്ട് കാര്യമായ ബന്ധമില്ലെങ്കിലും 7 കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ മാർച്ച് 26 ഞങ്ങൾ 26-ാം തീയതിക്ക് മാത്രം ഞങ്ങൾ പറയുന്ന ഭാഗ്യ കോമ്പിനേഷൻ നമ്പറുകൾ, ഇതിൻ്റെ എല്ലാം 24 കോമ്പിനേഷൻ വീതം സാധ്യതയാണ്. 6293, 8962, 2036, 7198, 7193. ഇതിൻ്റെ എല്ലാം 24 കോമ്പിനേഷൻ. ഇതൊക്കെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഭാഗ്യ നമ്പറുകൾ പറയാം. 1ാം സമ്മാനം അടിക്കുന്ന 3 നമ്പറുകൾ പറയാം. അതിന് വളരെ സാധ്യത റെയറസ്റ്റ് ആയിട്ടുള്ള സാധ്യതയുള്ളൂ. എങ്കിലും ഞാൻ ഓരോ ദിവസവും 1ാം സമ്മാനത്തിൻ്റെ 3 സാധ്യതകൾ പറയുന്നുണ്ട്. 389620, 206983, 896203. ഓക്കെ. ഈ ദിവസത്തെ 26/3/2026 അടിക്കാൻ സാധ്യത ഉള്ള 3 1ാം സമ്മാനത്തിൻ്റെ നമ്പറുകളാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ 26/3/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 3 പിന്നെ 896220 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനമെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും എല്ലാം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.